അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നാൽ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രാരാബ്ധത്തിന് കാരണം കേന്ദ്ര സർക്കാരാണ് എന്ന വലിയ രീതിയിലുള്ള പ്രചരണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ട്. അതിനെതിരെ നമ്മൾ ദില്ലി ചലോ നടത്തി. പക്ഷേ ദില്ലി ചലോ നടക്കുന്നതിന് മുൻപാണ് സുജയ ഈ സർവേ നടന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം സുജയ വളരെ പ്രധാനപ്പെട്ട കണക്കാണ്. നമ്മൾ രണ്ടേ ഓപ്ഷനേ ചോദിച്ചിട്ടുള്ളൂ. ഒന്ന് സംസ്ഥാന സർക്കാർ, അതല്ലെങ്കിൽ കേന്ദ്രം. സംസ്ഥാന സർക്കാരിന്റെ പരാജയം എന്ന് അഭിപ്രായപ്പെടുന്നത് നോക്കൂ, 46.8%. അതൊരു വലിയ ഫിഗറാണ്. കേന്ദ്ര സർക്കാർ നയങ്ങൾ എന്ന് പറയുന്നത് ഏറെക്കുറെ പകുതിയോളം ആളുകളാണ്. തിരിച്ചടി, അതിശക്തമായ തിരിച്ചടി, വീണ്ടും സർക്കാർ വിരുദ്ധ തരംഗം. അതായത് സംസ്ഥാന സർക്കാരിനെ ഞെരുക്കുകയാണ് കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ട് നവകേരള സദസ് നടത്തിയത് അനാവശ്യമായിരുന്നു എന്ന് പറയുന്ന 71%. അതുകൂടാതെ എന്താണോ സംസ്ഥാന സർക്കാരിന്റെ ആർഗ്യുമെന്റ്, ഞങ്ങളെ കേന്ദ്രം ഞെരുക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ സംസ്ഥാനമാണ് ഉത്തരവാദി എന്ന് പറയുന്നത് എത്രയാണ്? 46.8%. പോരാ എന്ന് പറയുന്ന എത്ര പേരാണ്? 45%. പ്രതിപക്ഷം എന്തായാലും ആറ്റിങ്ങൽ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പിണറായി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഈ പറയുന്ന കേന്ദ്രവിരുദ്ധ ആരോപണങ്ങൾക്കെതിരെ നവകേരള സദസ്സിനെതിരെയൊക്കെ ശക്തമായൊരു വികാരം നിലനിൽക്കുന്നു എന്നുള്ളതാണ് അടൂർ പ്രകാശിന്റെ പെർഫോമൻസിനേക്കാൾ അടൂർ പ്രകാശ് പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം തന്നെയാണത്. അത് ജനങ്ങൾ ആ രീതിയിലാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രതിപക്ഷം പക്ഷേ പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ പരാജയവും കേന്ദ്ര സർക്കാരിന് തുല്യം എന്ന രീതിയിലാണ് കണക്കാക്കുന്നത്. പക്ഷെ ആ തുല്യം എന്ന് പോലും കണക്കാക്കുന്നില്ല. അതാണ് ഈ കണക്ക് പറയുന്നത്. 26% കേന്ദ്ര സർക്കാർ എന്ന് പറയുമ്പോൾ ഇരട്ടിയാണ് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ പരാജയമാണെന്ന്. എന്ന് പറഞ്ഞാൽ 10ൽ 2 പേർ കേന്ദ്ര സർക്കാരിനെ പഴിക്കുമ്പോൾ 10ൽ 4 പേർ സംസ്ഥാന സർക്കാരിനെ പഴിക്കുന്നു. അടുത്ത് നോക്കൂ, കേന്ദ്രത്തിനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാം സ്മൃതി. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഈ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും കാര്യവും നവകേരള സദസ്സും ഇത് തമ്മിലൊരു കോറിലേഷൻ ഉണ്ട്. എന്തെന്നാൽ നവകേരള സദസ്സിന്റെ പ്രധാനപ്പെട്ട അജണ്ട എല്ലാ വേദികളിലും 140 സംസ്ഥാന നിയമസഭാ മണ്ഡലങ്ങളിലും കേന്ദ്ര സർക്കാരാണ് സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നത് എന്നത് വിശദീകരിക്കാനാണ് ഇറങ്ങി പുറപ്പെട്ടത്. ആ വിശദീകരണം പരാജയപ്പെട്ടു. അത് തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അല്ല, അത് തള്ളിക്കളഞ്ഞത് കൊണ്ടാണ് നവകേരള സദസ്സിനെതിരെ 71% ആളുകൾ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, സംസ്ഥാനമാണ് ധനപ്രതിസന്ധിക്ക് ഉത്തരവാദി എന്ന് പറയുന്ന ഒരു 46%. വിജയിച്ചില്ല. അതായത് ആറ്റിങ്ങലിൽ വിജയിച്ചില്ല. നമ്മൾ ആറ്റിങ്ങൽ കോൺസ്റ്റിറ്റ്യുവൻസിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആറ്റിങ്ങൽ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കണക്കെടുക്കുമ്പോൾ ഈ പറയുന്ന നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് CPM-ഉം ഇടത് സർക്കാരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വലിയ അവകാശവാദങ്ങൾ അവിടെ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നില്ല. ആറ്റിങ്ങൽ ഇടതു കോട്ടയാണ് എന്നിരിക്കെയാണ് ഇത്തരത്തിലുള്ള വളരെ പ്രത്യേകത നിറഞ്ഞൊരു കണക്ക് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. 2 പ്രധാനപ്പെട്ട അവകാശവാദങ്ങളും ആ ഘട്ടത്തിൽ പൊളിയുന്നു സംസ്ഥാന സർക്കാരിന്റെ. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഇതായിരുന്നു, ED, CBI പോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ രാഷ്ട്രീയ ആയുധങ്ങളാക്കുന്നുണ്ടോ? എന്താണ് മറുപടി? കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയ ആയുധമാകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് നോക്കൂ, മറുപടി പറയുന്നത് ഇല്ല എന്ന മറുപടി പറയുന്നതാണ് കൂടുതൽ. 42.5%. ഉണ്ട് എന്ന് പറയുന്നത് 26.6%. വീണ്ടും ഒരു ക്ലിയർ ഇൻഡിക്കേറ്റർ. അതാണ് BJP ആയിട്ട് വീണ്ടും കണക്ട് ചെയ്യുന്നു. ആ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ സ്വഭാവം മാറുന്നത് എങ്ങനെയാണെന്ന് ഈ കണക്കുകൾ വളരെ വ്യക്തത നൽകുന്നു. അയോധ്യ ക്ഷേത്രം, രാജ്യരക്ഷ, നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി, വികസനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേന്ദ്ര സർക്കാർ, ED-യെയും CBI-യെയും ഒന്നും അങ്ങനെ കാര്യമായി ഉപയോഗിക്കുന്നില്ല എന്ന വികാരം, ഇതെല്ലാം തന്നെ BJP-ക്ക് അനുകൂലമാണ്. സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രമല്ല എന്ന് പറയുന്നു. ഇത്രയും ഘടകങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അതൊരു പ്രോ BJP സെന്റിമെന്റ്സ് ആണ് ഒരു പ്രോ BJP സെന്റിമെന്റ്സ് ആറ്റിങ്ങൽ മണ്ഡലത്തിലുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം ആറ്റിങ്ങലിൽ ഒരു BJP സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ കഴിയുന്ന വോട്ട് സമാഹരിക്കാൻ നിലവിൽ കഴിയുമോ എന്ന് നമുക്കറിയില്ല. കാരണം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് ഈ സർവേ നടന്നിരിക്കുന്നത്. വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന തിരുവനന്തപുരം, തൃശ്ശൂർ എന്നുള്ള സങ്കല്പം ഉണ്ടല്ലോ, പിന്നെ നമ്മൾ പറയുന്ന പാലക്കാട്, ഈ 3 എണ്ണമാണല്ലോ ഒരു A ക്ലാസ്. 6 ഉണ്ടെങ്കിൽ പോലും തിരുവനന്തപുരം കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരം, തൃശ്ശൂർ, പാലക്കാട് വിജയസാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 മണ്ഡലങ്ങൾ, A+ മണ്ഡലങ്ങൾ. പക്ഷേ തിരുവനന്തപുരം പോലെ തന്നെ, തൃശ്ശൂർ പോലെ തന്നെ, ഞാൻ പാലക്കാടിനെ മാറ്റിവെക്കുന്നു, ആറ്റിങ്ങൽ ഒരു വലിയ സാധ്യതയായി ഭാവിയിൽ രൂപപ്പെടുത്താൻ BJP-ക്ക് പറ്റിയ ഒരു വളക്കൂറുള്ള മണ്ണായി ആറ്റിങ്ങൽ കോൺസ്റ്റിറ്റ്യുവൻസി മാറുന്നുണ്ട്. രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് അടൂർ പ്രകാശ് ഭാഗമായ ഇന്ത്യ മുന്നണിയെ കുറിച്ചുള്ളതാണ് അടുത്ത ചോദ്യം. പ്രതിപക്ഷ പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ച ഇന്ത്യ മുന്നണി, ആ സഖ്യത്തെക്കുറിച്ച് അറിയാമല്ലോ എന്ന് നമ്മൾ വോട്ടർമാരോട് പറയുന്നു. നിലവിൽ ഇന്ത്യ മുന്നണിയുടെ സാധ്യതയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ വിലയിരുത്തൽ നമ്മൾ പ്രേക്ഷകരോട് ചോദിക്കുന്നു. ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് നിതീഷ് കുമാറിന്റെ വിശ്വാസ വോട്ടൊക്കെ നടക്കുന്ന ആ ഒരു വേളയിലാണ്. എന്നാൽ പൂർണ്ണമായി
പൂർണ്ണമായും പൊളിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ നോക്കൂ, നാഷണൽ കോൺഫറൻസ് കൂടി ഫാറൂഖ് അബ്ദുള്ള കൂടി ഇന്ത്യ മുന്നണിക്കൊപ്പമല്ല, ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോകുന്നുവെന്ന് പ്രഖ്യാപിച്ചപ്പോഴാണ് നമ്മൾ ഇത് സംസാരിക്കുന്നത്. എന്താണ് ഇതിനുള്ള അതായത് ഇന്ത്യ മുന്നണിയിലെ ഈ പിളർപ്പുണ്ടാവുന്നതിന് മുൻപാണ് ഈ സർവേ തുടങ്ങിയത്. അവസാന ഘട്ടം, അതായത് ഫെബ്രുവരി മാസം 8-ാം തീയതി ഇത് അവസാനിക്കുമ്പോഴേക്കും നിതീഷ് കുമാർ വിട്ടുപോയിരുന്നു. പക്ഷെ അത് കാര്യമായി ഇതിൽ പ്രതിഫലിക്കാൻ ഇടയില്ല. പക്ഷേ തൊട്ട് മുമ്പാണ് ഈ സർവേ ആറ്റിങ്ങിൽ എന്തായാലും ഇന്ത്യ മുന്നണിയോട് പ്രതീക്ഷയുള്ളവരാണ്. മെച്ചപ്പെട്ട പ്രകടനം എന്നാണ് പറയുന്നത്. 41.2% പേർ. 41.2 പ്രതിപക്ഷത്തിന്റെ നില മെച്ചപ്പെടും ഇന്ത്യ മുന്നണി വന്നതുകൊണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നു. വലിയ നേട്ടമുണ്ടാക്കുമെന്ന് 4.2 കൂടി വന്നാൽ 45.8%. 45.8. അവിടെ താഴത്തേക്ക് നോക്കുമ്പോൾ മാറ്റമുണ്ടാക്കില്ല അല്ലെങ്കിൽ മോശമായി എന്ന് പറയുന്നത് 16.8%. ഞാൻ രണ്ടും കൂടി ചേർത്താ പറയുന്നത്. 8.1 8.7 കൂടി ചേരുമ്പോൾ 16.8. ഇതും അടൂർ പ്രകാശിന് കൂടാണ് വെച്ചാൽ ആ മണ്ഡലം അങ്ങനെ ആലോചിക്കുന്നു. അതായത് ഇന്ത്യ സഖ്യം രാജ്യത്ത് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന 45.8% പേരുണ്ടായിരിക്കുന്നു എന്നുള്ളത് അടൂർ പ്രകാശിന് ഒരു ഗുണകരമായ കാര്യമാണ്. അതാണ് ഞാൻ ഈ പറയുന്നത്. ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ വോട്ടിംഗ് ആണ്. ബാക്കി കൂടി നോക്കൂ. അതായത് ഒരു മാറ്റം ഉണ്ടാക്കില്ല എന്ന് പറയുന്നത് 32%. 33.2 പ്ലസ് നിലവിനേക്കാൾ മോശമാകും എന്ന് പറയുന്നത് 8.1 പ്ലസ് വളരെ വലിയ നഷ്ടമുണ്ടാക്കുമെന്ന് പറയുന്ന 8.7. ഇത് കൂടി ആഡ് ചെയ്യുമ്പോൾ ഏറെക്കുറെ തുലോം ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ എങ്കിൽ കൂടിയും ആ വ്യത്യാസം അടൂർ പ്രകാശിന് ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ്. ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് 45 അല്ലെങ്കിൽ 46% ആളുകൾ പറയുന്നു രാജ്യത്തൊരു പ്രതിപക്ഷ സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്നത് ഇതാണ് പറഞ്ഞത്, പൊളിറ്റിക്കൽ വോട്ടിംഗ് ആയിരിക്കും എന്ന് പറയുന്നത്. ഒന്ന്, സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വലിയ വികാരം അവിടെ നിലനിൽക്കുന്നു. രാജ്യത്തൊരു പ്രതിപക്ഷ മുന്നണി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നൊരു വികാരം ഉണ്ടായിരിക്കുന്നു. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് അടൂർ പ്രകാശിന് അനുകൂലമാകാവുന്ന സാഹചര്യം അവിടെ ഉണ്ടാകുന്നത്. BJP സ്വാഭാവികമായും അവരുടെ നേട്ടം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ പോകുന്നു. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് CPM-നും ഇടതുപക്ഷത്തിനും അനുകൂലമാകുന്ന ഘടകങ്ങൾ തുലോം തുച്ഛമാണ് ഈ മണ്ഡലത്തിലെ എന്നുള്ളതാണ്. അടുത്ത കൗതുകത്തിൽ